യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ നാം കേൾക്കുന്നത് ദൈവവചനമാണ്. വചനം കേൾക്കുമ്പോൾ, കേട്ട് തുടങ്ങുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ ഇടപെടലുകളും നമ്മുടെ ജീവിതത്തിൽ ആരംഭിക്കും. ദൈവത്തിൻ്റെ പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ ആരംഭിക്കും. ഈ ദിവസങ്ങളിലൊക്കെ പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങളുണ്ട്. ഒരിക്കൽ കൂടി ആവർത്തിക്കാം. പ്രാർത്ഥനയും അനുഗ്രഹവും ചോദിച്ചു തന്നെ വാങ്ങണം എന്നാണ് പറയുന്നത്. പ്രാർത്ഥനയും അനുഗ്രഹവും ചോദിച്ചു വാങ്ങണം. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഞങ്ങൾക്കൊരു അനുഗ്രഹം ഉണ്ടാകാൻ പ്രാർത്ഥിക്കണം എന്ന് തന്നെ നമ്മൾ പറഞ്ഞ് പ്രാർത്ഥന മേടിക്കണം. നിങ്ങളുടെ ഓരോ കാര്യങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് ആവശ്യമായ ദൈവാനുഗ്രഹം ഉണ്ടാകാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, മാസങ്ങളായി, വർഷങ്ങളായി ഡെയിലി ബ്ലെസ്സിങ്ങിൻ്റെ ഈ നിയോഗ പ്രാർത്ഥനയുടെ കുടുംബത്തിൽ ഒരു കുടുംബത്തെ പോലെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ട്. ഈ പ്രാർത്ഥന കൂടിയിട്ടേ അവർ റൂമിൽ നിന്ന് പുറത്തിറങ്ങുള്ളൂ, മറ്റെല്ലാ കാര്യങ്ങളും ചെയ്യത്തുള്ളൂ. അത്രയും വില കൊടുക്കുന്നവരുണ്ട്. ഇതൊരു ശുശ്രൂഷയായി കാണുന്നവരുണ്ട്. അനേകർക്ക് ഈ വചനത്തെ അസൂയയോ സ്വാർത്ഥതയോ ഇല്ലാതെ ദൈവനാമ മഹത്വത്തിനായി എത്തിച്ചു കൊടുക്കുന്നവരുണ്ട്, അയച്ചു കൊടുക്കുന്നവരുണ്ട്, എഴുതി വയ്ക്കുന്നവരുണ്ട്, സ്റ്റാറ്റസ് ഇടുന്നവരുണ്ട്. എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുവാണ്. പ്രതിസന്ധിയിലോ, വഴക്കിലോ, ദേഷ്യത്തിലോ, പിണക്കത്തിലോ, അകൽച്ചയിലോ ഒക്കെ കഴിയുന്ന ചില കുടുംബങ്ങൾ കാണാം. പരസ്പരം ഫേസ് ചെയ്യാൻ പറ്റാതെ, മിണ്ടാൻ പറ്റാതെ, മനസ്സ് തുറന്ന് സംസാരിക്കാൻ പോലും പറ്റാതെ അകന്ന അവസ്ഥയിൽ കഴിയുന്ന കുടുംബങ്ങളുണ്ട്. വളരെ നിരാശയിൽ കഴിയുന്നവരുണ്ട്. ആ കുടുംബങ്ങളെല്ലാം ഓർത്ത് ഇങ്ങനെ പ്രാർത്ഥിക്കുവാണ്. ഓരോ കുടുംബങ്ങളിലും തിരുക്കുടുംബത്തിൻ്റെ സന്തോഷവും, തിരുക്കുടുംബത്തിൻ്റെ സമാധാനവും ഐക്യവും ആ കുടുംബത്തിലുണ്ടാകണമേ. കുടുംബങ്ങൾ തമ്മിൽ സമാധാനവും ഐക്യവും ഉണ്ടാവട്ടെ. നിങ്ങളുടെ കുടുംബത്തിൽ ദൈവം നൽകുന്ന സമാധാനം, ദൈവം നൽകുന്ന സന്തോഷം നിറയട്ടെ. ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായത്തിലെ വചനമാണ് ഇന്ന് വായിക്കുന്നത്. ഈ വചനവും നിങ്ങൾ ധാരാളം കേട്ടതാണ്, മനപ്പാഠം അറിയാവുന്നതാണ്. എന്തിനാണിത് വീണ്ടും പ്രസംഗിക്കുന്നത് എന്നൊക്കെ ചിന്തിക്കുമായിരിക്കാം. ഈ വചനം നിങ്ങൾ കേൾക്കുവാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായം, അവിടെ 1 മുതലുള്ള വാക്യം ഞാൻ വായിക്കുകയാണ്. യേശു ജെറീക്കോയിൽ പ്രവേശിച്ച് അതിലൂടെ കടന്നു പോവായിരുന്നു. അവിടെ സക്കേവൂസ് എന്ന പേരുള്ള ഒരാളുണ്ടായിരുന്നു. അവൻ ചുങ്കക്കാരിൽ പ്രധാനനും വളരെ ധനികനുമായിരുന്നു. യേശു ആരെന്ന് കാണാൻ അവൻ ആഗ്രഹിച്ചു. പൊക്കം കുറവായിരുന്നതിനാൽ ജനക്കൂട്ടത്തിൽ നിന്നുകൊണ്ട് അത് സാധ്യമായിരുന്നില്ല. യേശുവിനെ കാണാൻ വേണ്ടി അവൻ മുമ്പേ ഓടി. ഇപ്പോൾ ഈ സക്കേവൂസിനെ കുറിച്ച് വായിക്കുമ്പോൾ അദ്ദേഹം ഒരു ചുങ്കക്കാരനാണ്, അല്പം പണമൊക്കെ ഉള്ളൊരു ധനികനാണ്, നല്ല തിരക്കുള്ള ഒരാളാണ്. പക്ഷേ ജീവിതത്തിൽ കുറച്ച് സമയം മാറ്റിവെക്കുവാണ് യേശുവിനെ കാണാൻ. ദൈവീക കാര്യങ്ങൾക്ക് തിരക്കുള്ള ഷെഡ്യൂളൊക്കെ ആണെങ്കിലും, 100 കൂട്ടം കാര്യങ്ങൾ ചെയ്യാനുണ്ടെങ്കിലും, ആളെ കാണാനുണ്ട്, പൈസ കിട്ടാനുണ്ട്, കൊടുക്കാറുണ്ട്, വലിയ ആളുകളുമായി മീറ്റിംഗ് ഉണ്ട്, എല്ലാം ഉണ്ട്. കാരണം ഇദ്ദേഹം ചുങ്കക്കാരനാണ്, വലിയ ധനികനാണ്, ചുങ്കക്കാരിൽ പ്രധാനനാണ്, ഇച്ചിരി നേതാവാണ്, ഒരു പ്രധാനിയാണ്, വലിയ റോള് വഹിക്കുന്ന ആളാണ്. അപ്പോൾ എന്തായാലും തിരക്കുണ്ടാവും. പക്ഷെ ഇപ്പോൾ ആ തിരക്കൊക്കെ മാറ്റി, ബിസി ഷെഡ്യൂളൊക്കെ മാറ്റി, ഇപ്പോൾ യേശുവിനെ കാണാൻ ആഗ്രഹിച്ചു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ദൈവീകമായ കാര്യങ്ങൾക്കാണോ ആഗ്രഹത്തോടെ സമയം മാറ്റിവെച്ചത്? നിങ്ങൾക്ക് മാത്രമല്ല അതിൻ്റെ അനുഗ്രഹം, നിങ്ങളിലൂടെ നിങ്ങളുടെ വീട് പോലും അനുഗ്രഹിക്കപ്പെടും. നിങ്ങളെന്ന ഒരാളായിരിക്കാം സമയം മാറ്റിവെച്ചത്, പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചത്, വചനം കേൾക്കാൻ ആഗ്രഹിച്ചത് നിങ്ങളെന്ന ഒരാളാണ്.
എൻ്റെ വീട്ടിലെ ആരും തന്നെ ഇങ്ങനെയൊന്നും ആഗ്രഹിക്കുന്നവരൊന്നും അല്ലല്ലോ, പ്രാർത്ഥിക്കുന്നവരല്ലല്ലോ എന്നൊക്കെ വിഷമം കാണും. നിങ്ങളെന്ന വ്യക്തി മാത്രമായിരിക്കും ആഗ്രഹിച്ചത്. നിങ്ങളിലൂടെ ദൈവത്തിൻ്റെ അനുഗ്രഹം വീട് നിറയും. ആഗ്രഹിച്ചു, പൊക്കം കുറവായതിനാൽ ജനക്കൂട്ടത്തിൽ നിന്നുകൊണ്ടത് പറ്റുന്നില്ല, സാധ്യമായിരുന്നില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിനുശേഷം 4-ാമത്തെ വാക്യം, യേശുവിനെ കാണാൻ അവൻ മുമ്പേ നടന്നു എന്നല്ല, സ്പീഡിൽ നടന്നു എന്നല്ല, ഓടി എന്നാണ്. ഓടി, വേഗത്തിൽ ഓടി യേശുവിനെ കാണാൻ. മുമ്പേ ഓടി, മുന്നോട്ടോടി. പുറകോട്ടോടാനുള്ള കാരണങ്ങളാണ് ഉണ്ടായിരുന്നത്. പൊക്കം കുറവാണ്, ധാരാളം ഭയങ്കര തിരക്കാണ്, ഭയങ്കര അവിടെ ആൾക്കൂട്ടമാണ്, അവിടെ നിന്ന് ഒരു കാര്യവും നടക്കുകയില്ലെന്ന് പറഞ്ഞ് പിന്നീട് ഒരിക്കലാകട്ടെ, വേറെ സമയത്ത് കാണാം, ഇതല്ലല്ലോ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് ചിന്തിച്ച് പുറകോട്ട് പോയെന്നല്ല, മുമ്പോട്ടോടിയെന്നാണ്. ജീവിതത്തിൽ എല്ലാവരോടും പറയട്ടെ, ഇന്ന് കാണുന്ന പല പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, വെല്ലുവിളികൾ, ടെൻഷൻ, ഇതെല്ലാം കണ്ട് പുറകോട്ട് പോകാൻ വളരെ എളുപ്പമാണ്. സാഹചര്യങ്ങൾ കണ്ട് പുറകോട്ട് പോയവർ ഒത്തിരി പേരുണ്ട്. സാഹചര്യങ്ങളെ കണ്ട് അതിനെയൊക്കെ അവിടെ നിർത്തിയിട്ട് ദൈവത്തെ പ്രതി മുമ്പോട്ടോടിയവരുണ്ട്, പ്രാർത്ഥനയോടെ മുമ്പോട്ടോടിയവരുണ്ട്, പ്രാർത്ഥനയോടെ മുമ്പോട്ട് ചുവട് വെച്ചവരുണ്ട്. അവരൊക്കെ ആ ജീവിതത്തിൽ വിജയിച്ചതും അനുഗ്രഹമായി മാറിയതും. മുമ്പോട്ടോടേണ്ട അത്ര വലിയ കാര്യമൊന്നുമില്ല. ഇയാൾക്ക് സാമ്പത്തിക പ്രശ്നങ്ങളോ വീട്ടിൽ പ്രതിസന്ധിയോ ഒന്നുമില്ല. പക്ഷേ യേശുവിനെ കാണാൻ ഒരുപക്ഷെ നിങ്ങളും ഓർക്കും, പ്രാർത്ഥിക്കാൻ പോകണ്ടേ, ധ്യാനത്തിന് പോകണ്ടേ, മഴയല്ലേ, തണുപ്പല്ലേ, കാറ്റല്ലേ, വാഹനമില്ലല്ലോ, എങ്ങനെ ഒറ്റയ്ക്ക് പോകും? ചില കാര്യങ്ങളിൽ, ദൈവീകമായ കാര്യങ്ങളിൽ നമ്മളെടുക്കുന്ന തീരുമാനമാണ് നമ്മുടെ കുടുംബത്തിന് പോലും ഒരനുഗ്രഹമായിട്ട് മാറുന്നത്. മുമ്പോട്ടോടി സിക്കമോർ മരത്തിൽ കയറിയിരുന്നു. യേശു അവിടെ എത്തിയപ്പോൾ വിളിച്ചു പറഞ്ഞു, സക്കേവൂസ്, വേഗത്തിൽ ഇറങ്ങി വരിക, എനിക്ക് നിൻ്റെ വീട്ടിൽ താമസിക്കണം. ഒരു വ്യക്തി ഇച്ചിരി റിസ്ക് എടുത്തു, ഇച്ചിരി കഷ്ടപ്പാടെടുത്തു, മരത്തെ കയറി, മുമ്പേ ഓടി. ചിലരൊക്കെ കണ്ടു കാണും, ചിലർ കളിയാക്കി കാണും, ചിലർ വിമർശിച്ചിട്ടുണ്ടാകും. മരത്തെ കയറേണ്ട ആവശ്യമുണ്ടോ? അപ്പുറത്ത് ആ പാറപ്പുറത്ത് കയറി ഇരുന്നാൽ പോരെ? ഇയാൾ ഈ വേണ്ടാത്ത പണി എന്തിനാണ് എടുക്കുന്നത്? വയ്യാത്ത എന്തിനാണ് കയറുന്നത്? 100 കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടാവും. പക്ഷെ ഇന്നൊരു കാര്യം സന്തോഷമുണ്ട്. ആ യേശുവിൻ്റെ കൂടെയുള്ള ആരുടെയും വീട്ടിലേക്ക് പോകണമെന്നല്ല പറഞ്ഞേ, മുമ്പേ ഓടിയവൻ്റെ, യേശുവിനെ കാണാൻ ആ മരത്തിൽ കയറിയ ആൾ, യേശുവിന് ദൈവീക കാര്യങ്ങൾക്ക് വേണ്ടി സമയം മാറ്റിവെച്ച ആളുടെ വീട്ടിൽ യേശു പറയും, എനിക്ക് നിൻ്റെ വീട്ടിൽ ഇന്ന് താമസിക്കണം. പ്രാർത്ഥനയോടെ ദൈവവചനം കേൾക്കുന്ന നിങ്ങളോട് ഒരു കാര്യം പറയാം, നിങ്ങളിലൂടെ യേശു നിങ്ങളുടെ ഭവനത്തിൽ താമസിക്കാൻ തുടങ്ങും. ദൈവത്തിൻ്റെ സാന്നിധ്യം നിങ്ങളിൽ വസിക്കാൻ തുടങ്ങും. നിങ്ങളെന്ന വ്യക്തി മനസ്സ് കാണിച്ചതുകൊണ്ടും പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചതുകൊണ്ടും ദൈവവചനം കേൾക്കാനൊക്കെ തീരുമാനിച്ചതുകൊണ്ടാണ് നിങ്ങളുടെ വീട് കൂടെ ദൈവാനുഗ്രഹത്തിൽ കയറി വന്നത്. യേശു ആ വീട്ടിൽ ചെന്നപ്പം ആ വീട്ടുകാരെന്തായിരിക്കും ശ്രദ്ധിച്ചത്? സക്കേവൂസ് ഒറ്റയ്ക്കാണ് വീട്ടിൽ നിന്ന് പോയത്. തിരിച്ചു വന്നപ്പം ആരെ കൂടി കൂട്ടിക്കൊണ്ടുവരുന്നതാണ് കണ്ടത്? ഇതൊരു കുടുംബനാഥനാണ്, ഒരു ഭാര്യയും മക്കളും ഒക്കെ ഉള്ള ഒരാളാണ് സക്കേവൂസ്. അദ്ദേഹം ഭാര്യയും മക്കളൊക്കെ കാണുവാണ് യേശുവിനെ കൂട്ടിക്കൊണ്ടുവരുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മളിലൂടെ യേശു നമ്മുടെ ഭവനത്തിലേക്ക് വരുന്നത് പലരും കാണാനിടവരും. നമ്മുടെ ജീവിതത്തിൽ വരുന്ന ദൈവാനുഗ്രഹങ്ങളെ പലരും കാണും. ആ വീട്ടിൽ ചെന്നപ്പം ഭാര്യയും മക്കളും ആ വീട്ടിലെ പ്രിയപ്പെട്ടവരും ഇപ്പം യേശുവിനെ കണ്ടത് ആര് കാരണമാണ്? കുടുംബനാഥൻ കാരണമാണ്. ആ വീട്ടിലുള്ള ഓരോരുത്തരും യേശുവിനെ കണ്ടതും സംസാരിച്ചതും ആ വീടൊരു അനുഗ്രഹത്തിലെത്തിയതും സക്കേവൂസ് കാരണമാണ്. നിങ്ങളൊരു അനുഗ്രഹ കാരണമാവും. പ്രാർത്ഥിക്കുന്ന നിങ്ങളൊരു അനുഗ്രഹ കാരണമാവും. ഉപവാസമെടുക്കുന്ന നിങ്ങളൊരു അനുഗ്രഹ കാരണമാവും. ദൈവത്തോടുള്ള ബന്ധമുള്ള നിങ്ങളൊരു അനുഗ്രഹ കാരണമാവും. കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ഒത്തിരി കഷ്ടപ്പാടും ദുഃഖവും ദുരിതങ്ങളും വേദനയും പ്രയാസവും പരിഭവവും ഒക്കെ കാണും. പക്ഷെ നിങ്ങളിലൂടെ ചില നന്മകൾ ഭവനത്തിൽ കയറി വരും.
നടന്നു കയറി വരും. സക്കേവൂസിൻ്റെ വീട്ടിലേക്ക് യേശു നടന്ന് ആ സ്റ്റെപ്പ് കയറി വന്നതുപോലെ പ്രാർത്ഥിക്കുന്ന നിങ്ങളിലൂടെ ചില നന്മകൾ നടന്നു കയറി വരും, ചില അനുഗ്രഹങ്ങൾ നടന്നു കയറി വരും, ചില സൗഖ്യങ്ങൾ നടന്നു കയറി വരും, ചില അത്ഭുത വിടുതലുകൾ നടന്നു കയറി വരും. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിച്ചു പറയുന്നത്. 25-ാം തീയതി മുതൽ തിങ്കളാഴ്ച ഉപവാസ പ്രാർത്ഥന ആരംഭിക്കുന്നത്. 7 ദിവസത്തെ പ്രാർത്ഥനയാണ്. 7 ദിവസം ഉപവാസമെടുത്ത് പ്രാർത്ഥിക്കുന്നത്. ഇന്ന് വരെ നിയോഗ പ്രാർത്ഥനയിലും ഡെയിലി ബ്ലെസ്സിങ്ങിലും പങ്കെടുത്ത ഓരോ വ്യക്തികൾ, കുടുംബങ്ങൾ, ഷെയർ ചെയ്തവർ, എഴുതി വച്ചവർ, ഈ ശുശ്രൂഷയുടെ ഭാഗമായി ഒത്തിരി പേരുണ്ട്. അവർക്ക് വേണ്ടി സ്നേഹത്തോടെ പ്രാർത്ഥിക്കുന്ന 7 ദിവസങ്ങളാണ്. 2 സ്കൂളിൽ പോകുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന, സ്കൂളിൽ ജോലി ചെയ്യുന്ന ടീച്ചർമാർ, അധ്യാപകർ, സിസ്റ്റർമാർ, അല്ലെങ്കിൽ ആയമാർ, അവരെ സഹായിക്കുന്നവർ, സ്കൂളുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവരൊക്കെയുണ്ട്. ഒത്തിരി കഷ്ടപ്പാട് അനുഭവിക്കുന്നവരുണ്ട്. അവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുവാണ്. സാധിക്കുന്ന എല്ലാവരും കുടുംബമായി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ മക്കളെ കൂടി ഈ ദിവസങ്ങളിൽ ഉപവാസം എടുത്തില്ലേ പോലും നിങ്ങളുടെ പ്രാർത്ഥനയിൽ പങ്കെടുപ്പിക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ നാമത്തിൽ ഇവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടായിരിക്കട്ടെ. യാത്രകളിൽ, തീരുമാനങ്ങളിൽ, അധ്വാനങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ. രോഗങ്ങൾ, അപകടങ്ങൾ, ദുർമരണങ്ങൾ, മുപ്പെത്താത്ത മരണങ്ങൾ, ചതികളിൽ നിന്നും, വഞ്ചനയിൽ നിന്നും, നിരാശയിൽ നിന്നും, കുറ്റബോധത്തിൽ നിന്നുമെല്ലാം ഞങ്ങളെ സഹായിക്കണം, സംരക്ഷിക്കണം. മന്ത്രവാദത്തിൻ്റെ, കൂടോത്ര ക്ഷുദ്രപ്രയോഗത്തിൻ്റെ ആധിപത്യങ്ങൾ ഞങ്ങളെ സംരക്ഷിക്കണമേ. ദീർഘായുസ്സും ആരോഗ്യവും സന്തോഷവും സമാധാനവും ഐശ്വര്യവും തരണമേ. ഒരു ദോഷവും വരാതെ ഞങ്ങളെ പരിപാലിക്കണമേ. ഇന്നും ജീവിക്കുന്ന യേശുവിൻ നാമത്തിൽ ഏൽപ്പിച്ച് നിങ്ങളെ അനുഗ്രഹിക്കുകയാണ്. നിങ്ങൾക്ക് വേണ്ടി അങ്ങനെ പ്രാർത്ഥിക്കുവാണ്. നിങ്ങൾ സഞ്ചരിക്കുന്ന വഴികളിൽ, യാത്രകളിൽ, തീരുമാനങ്ങളിൽ എല്ലാം ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ. നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ കുടുംബത്തിൽ വന്ന് കയറി വരട്ടെ. യേശുവിൻ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. സന്തോഷത്തോടെ ആയിരിക്കുക. നിങ്ങൾക്കൊരു പ്രാർത്ഥിക്കുന്നു. നല്ലൊരു ദിവസം, നല്ലൊരു സമയം നിങ്ങൾക്ക് ആശംസിക്കുന്നു. സാധ്യം എല്ലാവർക്കും അയച്ചു കൊടുക്കണം. നാളെയും 5:30 ഒരുമിച്ച് കാണുന്നത് വരെ സ്വർഗത്തിലെ ദൈവം എന്നെ നിങ്ങളെയും സൂക്ഷിക്കട്ടെ. ആമേൻ.